ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തികച്ചും നമുക്ക് വേസ്റ്റിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ കുഞ്ഞുമക്കളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രണ്ട് ഗെയിം കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. ഗെയിം എന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കൾക്കൊക്കെ കളിപ്പിക്കാൻ, അതായത് ടി വി മൊബൈലൊക്കെ ഒരുപാട് കണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് മാറ്റി അവരുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് രണ്ട് ഗെയിമാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട്. ആ ഒരു ലൈൻസാണ് നമുക്ക് മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലൊരു ഗോലിന്നോ അല്ല കുഞ്ഞു ബോളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട്. ഈ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കാണാത്തവർക്ക് ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് രക്ഷിതാക്കൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ടി വിയോ അല്ലെങ്കിൽ മൊബൈലോ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നൊരു കാര്യം. അതങ്ങനെ കുറച്ച് നാൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ പിന്നെ അത് അവർക്ക് ഒരു അഡിക്ഷൻ പോലെ, ആ ഒരു സമയത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഞാനായാലും ഇടയ്ക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ടി വി പാട്ടൊക്കെ വെച്ച് കൊടുക്കും. ഇടയ്ക്കത് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ദേഷ്യപ്പെട്ട് കളിക്കുന്നൊക്കെ ആയിട്ട് ഞാനും കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. കുഞ്ഞ് കാർഡ്ബോർഡ് ഇതുപോലെ ചെറിയ വീതി കനം കുറച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് ആ ഒരു ലൈൻസിൻ്റെ കൂടെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടവർ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ലൈൻസിൽ മാത്രം നിർത്തിക്കൊണ്ട് ഇതുപോലെ കാർഡ്ബോർഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നല്ല നീറ്റായിട്ട് അവിടെ ഇവിടെ ഒന്നും മീൻസ് ലൈൻസ് ഒന്നും കവറായി പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കണം. എങ്ങനെയാണോ ഞാൻ ലൈൻസ് ഇട്ട് വരച്ചെടുത്തത് അത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. പക്ഷേ നമ്മളെ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അതൊരു തടസ്സമാവരുത്. അതെന്താണെന്ന് പറയാനുണ്ടായ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു പാറ്റേൺ ആണ്. അതിനൊരു കറക്റ്റ് ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു പോർഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതന്നെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷനൊന്നും വരാണ്ട് തന്നെ ഈ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാണ്ട് നിങ്ങളായിട്ട് പല രീതിയിൽ ഇത് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചധികം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ടി വിയിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ഗെയിമൊക്കെ ആയിട്ട് നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായ ഒരു ഗെയിമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കിട്ടിയിട്ട് കളിക്കുന്നത്. നല്ല നമുക്കൊരു രസമുണ്ട്. ഇത് കുറേ ലോങ് ആയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. പക്ഷേ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ ചെറിയൊരു 3-4 വയസ്സിൻ്റെ ഇടയിലൊക്കെയുള്ള കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്ക് ഇത്രയൊക്കെ മതി. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ആ ഒരു ലൈൻസ് ഇട്ടെടുത്തതിന് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അഡീഷണൽ വരുന്ന പോർഷനൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ 2 ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസും എക്സിറ്റും. അപ്പോൾ ഇതുപോലെ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് പേപ്പർ കട്ടർ ഒന്ന് സ്ലിപ്പായിട്ട് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ചെയ്യുമ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിക്കുക. അവർ ചെയ്യുക ഇങ്ങനത്തെ കട്ടിങ് ഒക്കെ വരുന്ന പോർഷനൊക്കെ വലിയ ആൾക്കാർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞുമക്കൾക്ക് നിങ്ങളിത് ചെയ്ത് ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ അവർക്ക് ഒന്നും കൂടി അടിപൊളി, അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ 2 ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതിന് കണ്ടോ, ഞാനിപ്പോൾ ടിഷ്യൂ ഒക്കെ കവർ ചെയ്ത് പിടിച്ചിട്ടാണ് ആ ഒരു കട്ടിങ് ഭാഗം, എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു. പക്ഷേ കുഴപ്പമില്ല, ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ആ ഒരു ഓപ്പൺ ചെയ്ത പോർഷൻ ഞാനൊന്ന് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാസ്കിൻ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പോർഷൻ ചെയ്യുക, കാരണം അല്ലെങ്കിൽ അത് നമ്മൾ ബോളൊക്കെ ഇടുന്നതിനനുസരിച്ച് കീറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ നമ്മളൊന്ന് നീറ്റായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക മാസ്കിൻ ടാപ്പ് വെച്ചിട്ട്. അങ്ങനെ നീറ്റാക്കി എടുക്കുമ്പോൾ പിന്നീട് അത് കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോളിൽ ഞാൻ ഓപ്പണിങ് ആൻഡ് ക്ലോസ് എന്നുള്ള രീതിയിലുള്ള 2 വശത്തുള്ള ഹോള് ഡിഫറെൻറ്റ് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായത്. ഒന്നൊരു സ്ക്വയർ ടൈപ്പിലും മറ്റേതൊരു ആർച്ച് ഷേപ്പിലുമാണ് കേട്ടോ കട്ട് ചെയ്തത്. അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബോൾ വെച്ചിട്ട്, കുഞ്ഞൊരു റബ്ബർ ബോൾ വെച്ചിട്ടാണ് ഞാനിത് ചെറിയൊരു രീതിയിൽ ഉണ്ടാക്കിയത്. നിങ്ങളുടെ കയ്യിൽ മാലയുടെ ബീഡ്സോ പൊട്ടിയ ബീഡ്സോ
ബാക്കി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ 2 ഗെയിമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒന്നിതാണ്, മറ്റേത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടത് 2 എഗ്ഗ് ട്രേ ആണ് കേട്ടോ. നമ്മൾ നോർമൽ പേപ്പർ ട്രേ ഉണ്ടല്ലോ അത് വേണം. അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് എത്തിയിട്ടുണ്ട്. ഗുഡ് ഗേൾ. ഹായ് ഹായ് ഗുഡ് ഗേൾ. കൂൾ ചിച്ചേ ചിച്ചേ അമൃതി. എങ്ങനെയാണോ ഇത്ര കറക്റ്റ് ടൈം എത്തിയതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ എടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ വാശി പിടിച്ച് കറിയായിരുന്നു. അവസാനം അവളുടെ സോപ്പ് ഇട്ടിട്ട് ഞാൻ ഈ 2 ട്രേയും കൈക്കലാക്കി. അപ്പോൾ 2 ട്രേ എടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ ട്രേ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിതിന് നല്ല രീതിയിൽ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തതിന് ശേഷം കളർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ആണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കറക്റ്റ് ആ ഒരു ട്രേയുടെ ഷേപ്പ് ഇല്ലാത്തതായിട്ടുള്ള പോർഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 ട്രേ ആണ് ആവശ്യം. അപ്പോൾ 2 ട്രേ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് എങ്ങനെയൊക്കെയാണോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പല പല രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഒന്ന് കട്ട് ചെയ്തെടുക്കുക, മറ്റേത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ പല രീതിയിൽ നമ്മൾ മൊബൈലിലൊക്കെ പണ്ട് ഗെയിമൊക്കെ കളിച്ചിരുന്ന ആ ഒരു കുറേ കട്ടകളൊക്കെ ഇങ്ങനെ വന്ന് വീണ് ഓർഡറായിട്ട് നമ്മൾ അടുക്കി കൊടുക്കുന്നൊരു സംഭവമില്ലേ, അതുപോലെ ഞാൻ പല പല ഷേപ്പ് 1, 2, 3 ഒക്കെ വെച്ചിട്ട് ഞാൻ പല പല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരേ ഓർഡറിലോ ഒരേ ലൈൻസിലോ വരുന്ന രീതിയിലല്ല. എൽ ഷേപ്പിലുണ്ട്, എക്സ് ഷേപ്പിലുണ്ട്, വെറും പ്ലെയിൻ ആയിട്ടുണ്ട്, സിംഗിൾ പീസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തത്. അതൊക്കെ ഇതുപോലെ മറ്റതിൻ്റെ മുകളിലായിട്ടൊന്ന് ഓർഡറിനനുസരിച്ച് വെച്ച് കൊടുത്തു. അതിനുശേഷം സെയിം കളർ നമ്മൾ മുകളിൽ എന്താണോ കളർ കൊടുക്കുന്നത് അതേ സ്ഥാനത്ത് വരുന്ന ആ ഒരു പൊസിഷനിൽ അതേ കളർ കൊടുത്തു. അങ്ങനെ 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 എല്ലാം ഫില്ല് ചെയ്തെടുത്തു. ഞാൻ പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുന്നതും ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യം ഗ്രീൻ കൊടുത്തു. പിന്നെ ഒരേ കളേഴ്സ് ഒരുമിച്ച് വരാതിരിക്കാൻ മാക്സിമം നോക്കുക. പിന്നെ അടുത്തായിട്ട് വരാതിരിക്കാനും നോക്കുക. ഓറഞ്ച്, പച്ച, മഞ്ഞൊക്കെ പല പലതായിട്ട് രീതിയിൽ കൊടുക്കുക കേട്ടോ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല ഒന്നും കൂടി അടിപൊളിയായിരിക്കും. ഇതൊരു ചെറിയ പസിലാണ്. ഒരു 3-4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് കളറ് പറഞ്ഞു കൊടുക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് പറഞ്ഞു കൊടുക്കാൻ, ഓർഡറൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ, ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഗെയിമാണ്. അവരെ ഒന്ന് ഇരുത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. ഒത്തിരി മൊബൈൽ ഫോണും അതുപോലെ തന്നെ TV ഒക്കെ കണ്ണ് കളയുന്ന കുഞ്ഞുമക്കൾക്കൊക്കെ ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. വെറുതെ കളയുന്ന മുട്ടയുടെ ട്രേ ഒക്കെ അല്ലേ, ഒന്ന് കുറച്ച് കളർ വാങ്ങിച്ചിട്ട് ഒന്ന് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് അവർക്കൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കാനോ അവരൊന്ന് ഇരുത്തി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാനും കാമായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു 2 ഗെയിമിലും ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്? ഈ ഒരു ഗെയിംസിനൊക്കെ 10ൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ കളറൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമ്മളതൊന്ന് കൊട്ടിക്കൊടുത്തു. അതിനുശേഷം ഇനിയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഓർഡറിനനുസരിച്ച് ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് ഏകദേശം അറിയാമായിരിക്കും. പക്ഷേ കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ ഒന്ന് കൺഫ്യൂഷനാവും, ഒന്ന് അത് ആലോചിക്കാനുള്ള കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയം ഇരുത്തി ചിന്തിക്കാനും ഏതൊക്കെ ഷേപ്പിൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ വന്നിട്ടോ ഇടയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെ ആ ഷേപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം, എങ്ങനെയൊക്കെ വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നൊക്കെ ഒന്നും അവർക്ക് ചിന്തിക്കാനുള്ളൊരു സ്പേസ് കിട്ടും. രസമല്ലേ? എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇതുപോലുള്ള ഗെയിംസും അതുപോലെ തന്നെ പസിൽസൊക്കെ ഇനിയും ട്രൈ ചെയ്ത് കാണിക്കണോ എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ 10ൽ എത്ര മാർക്ക് കിട്ടുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. ടേക്ക് കെയർ. ടാറ്റാ.